വേദന ഇങ്ങട് വരാൻ തുടങ്ങി ഒരു 11 മണിയോടുകൂടി. എൻ്റെ പൊന്നേ, സഹിക്കാൻ പറ്റാത്ത ഒരു രക്ഷയില്ലാത്ത വേദനയായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. പിന്നെ വേദനയുടെ ഒപ്പം തന്നെ ഛർദിയും വരാൻ തുടങ്ങി. പിന്നെ നല്ലോണം വിയർക്കാനും തണുത്ത് വിറയ്ക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ. വേദന വരുമ്പോൾ നല്ലോണം വിയർക്കും, വേദന പോകുമ്പോൾ തണുത്ത് വിറയ്ക്കും, പിന്നെ ഈ ഛർദിയും വരുന്നുണ്ട്. അങ്ങനെ ആകെ കൂടെ ഞാൻ കുഴഞ്ഞു പോയി എന്നുള്ളതാണ്. ഞാൻ സഹിക്കാൻ പറ്റണില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് എൻ്റെ ബൈസ്റ്റാൻഡേഴ്സായ അമ്മമാരൊക്കെ പോയിട്ട് നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇവൾക്ക് വേദന സഹിക്കാൻ പറ്റണില്ല എന്ന്. പക്ഷെ അവർ പറഞ്ഞത്, അപ്പോൾ വേദന വരാനുള്ള മരുന്നല്ലേ കൊടുത്തേക്കണം, അപ്പോൾ വേദന വരില്ലേ, വേദന വരാണ്ട് എങ്ങനെ പ്രസവിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് എനിക്ക് നല്ലോണം കോൺട്രാക്ഷൻ ഇങ്ങനെ പുഷ് ചെയ്യാനുള്ള രീതിയിലേക്ക് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് പുഷ് ചെയ്യാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ 2 നഴ്സുമാർ വന്നിട്ട് എൻ്റെ വയറുമ്മ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് വയറ് ടൈറ്റ് ഒന്നും ആവണില്ലല്ലോ ചേച്ചി. പിന്നെ അവർ വേണം വേണ്ടാന്ന് വെച്ചാൽ ലേബർ റൂമിലേക്ക് കയറ്റി. ഡ്യൂട്ടി ഡോക്ടർ വന്ന് എന്നെ PV ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 10 സെന്റിമീറ്ററും ഡയലേഷൻ ആയിട്ടുണ്ട്. പിന്നെ പുഷ് ചെയ്യാൻ പറഞ്ഞു. വയറ് എഴുതാത്തതുകൊണ്ട് പുഷ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവാന്ന് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതെനിക്ക് ഉം, ഒരു ഭയങ്കര ഒരു നാണക്കേടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പുഷ് ചെയ്തിട്ട് ആള് പുറത്തേക്ക് വന്നില്ല കേട്ടോ. പിന്നെ സൈഡ് വെട്ടിയിട്ട് വേക്കം അസിസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ണി പുറത്തേക്ക് വന്നത്. ഉണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. പക്ഷെ ഞാൻ ഭയങ്കര ഒരു അയ്യോ എന്നൊക്കെ വിളിച്ച് അങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് എനിക്ക് എൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇമോഷൻ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു. കുറേ നേരം ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടാണ് ഞാനൊന്ന് ഓക്കെ ആയത്. അങ്ങനെ 9 മാസത്തെ എൻ്റെ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഞാൻ അങ്ങനെ കരഞ്ഞു തീർത്തു. ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് ഡെലിവറി ടൈമിൽ ഇനി അധികം പ്രഷറും ടെൻഷനും ഒന്നും എടുക്കണ്ട, നല്ല ഫെസിലിറ്റി ഒക്കെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് അത്ര ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നില്ല കേട്ടോ. ഞാൻ അത്രയും നേരം വേദന എടുത്ത് കിടന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഇങ്ങനെ PV ചെയ്ത് നോക്കും, നമ്മൾ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ എത്ര വലിയ ആശുപത്രി പോയാലും നമ്മുടെ മേലിൽ നമ്മുടെയും നമ്മുടെ വീട്ടുകാരുടെ ഒക്കെ 2 കണ്ണും കൈയും കാതും ഒക്കെ വേണം.